ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ബിൽ എൻട്രി വെബ് വേർഷനിൽ എങ്ങനെയാണ് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായി billentry.com നിങ്ങളുടെ ബ്രൗസറിൽ തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റ് കോർണറിൽ സൈൻ അപ്പ് ഓർ ലോഗിൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് സൈൻ അപ്പ് ക്ലിക്ക് ചെയ്തു. പേഴ്സണൽ ഓർ മാനേജിംഗ് ബിസിനസ്, നമ്മൾ ബിസിനസ് മാനേജ് ചെയ്യാനാണ് അത് ക്ലിക്ക് ചെയ്തു. പിന്നെ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് കമ്പനി നെയിമാണ്. ഇവിടെ ഡെമോ 2 എന്നുള്ള പേരിലാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ കൺട്രി സെലക്ട് ചെയ്യുക. അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്രസ് മാൻഡറി അല്ല. മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ഇതിലൊന്ന് എന്തായാലും മാൻഡറി ആണ്. നമ്മളൊന്ന് ആഡ് ചെയ്തേ പറ്റൂ. നമ്മളുടെ മൊബൈൽ നമ്പറാണ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഒന്ന് പാസ്വേഡ് കൊടുക്കുക. ഫസ്റ്റ് ടൈം പാസ്വേഡ് കൊടുക്കുക, സെക്കൻഡ് ടൈം കൺഫേം ചെയ്യുക. താഴത്തേക്ക് വരിക, ടാക്സ് കോൺഫിഗറേഷൻ ഉണ്ട്. അത് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വരും. GST നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് ടാക്സ് ഇൻക്ലൂഡ് ആണോ അല്ല എന്നുള്ള കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അത് ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫോട്ടോ ലോഗോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ ബാക്കി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് മാൻഡറി അല്ല. നമുക്ക് നോക്കിയിട്ട് പിൻ കോഡ് അതേപോലെ അഡീഷണൽ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മൈനസ് ബില്ലിംഗ് വേണമെങ്കിൽ ഓൺ ആക്കിയോ ഓഫ് ആക്കി ഇടാൻ കഴിയും. അതേപോലെ തന്നെ റൗണ്ട് ഓഫ് ബില്ലിംഗ് ഓണോ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കമ്പനി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സ്വിച്ച് തുറന്ന് നോക്കാം. നമ്മൾ മൊബൈൽ നമ്പർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ലോഗിൻ കൊടുത്തു. അപ്പോൾ നമ്മൾ കമ്പനി ബിൽ എൻട്രി ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.